മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും. ബാലുവും നീലുവും മക്കളുമൊക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും അതിൽ നിന്നും വിട്ടുമാറിയിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾക്കിടയിലും നല്ല രീതിയിൽ തന്നെ ഉപ്പുമുളകും മുന്നോട്ടു പോകുന്നുമുണ്ട്. ഏറ്റവും പുതിയതായി വാലന്റൈൻസ് ഡേക്കും ഉപ്പുമുളകും ടീം ഒരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടന്നതിന്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറഞ്ഞത്. പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാണ് കേശു എന്ന കഥാപാത്രത്തെ അൽ-സാബിത് അവതരിപ്പിച്ചത്. ഇപ്പോൾ കേശു വളർന്നു വലുതായി വിവാഹവും കഴിച്ചിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേശുവിനുണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ്. വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തി. വാലന്റൈൻസ് ഡേ ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ്. വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ച് സമ്മാനം കൊടുത്തു. സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു. രണ്ട് സമ്മാനങ്ങളും പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് ഒരേ സമ്മാനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. കേശുവും മെർലിനുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ഇതിനിടയിൽ വധുവിന്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നതോടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായി. കേശു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതെന്നാണ് അലീന പറഞ്ഞത്. എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ മെർലിനെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നു. ഇതോടെ രണ്ടുപേരും കേശുവിനെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ്. സത്യത്തിൽ പാറുക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഈ വിവാഹം. മുൻപും സമാനമായ രീതിയിൽ ഉപ്പുമുളകിലെയും കുട്ടികൾ വിവാഹിതരാകുന്നത് കാണിച്ചിരുന്നു. 1000 എപ്പിസോഡ് പൂർത്തിയായപ്പോഴാണ് ലച്ചു എന്ന കഥാപാത്രത്തിന്റെ വിവാഹം നടന്നിരുന്നത്. ആ രീതിയിൽ കഥ അധികം മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയന്റെ വിവാഹവും. എന്തായാലും വിവാഹം വളരെ രസകരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്കും. സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽ-സാബിത്തിന്റെ അമ്മ മുൻപന്തിയിൽ തന്നെയായിരുന്നു. മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജോലി വരെ രാജിവെച്ച ആളാണ് കേശുവിന്റെ അമ്മ. ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിന്റെ ഇന്നത്തെ വിജയം.